കൂട്ടുകാരെ നമുക്കിപ്പോൾ ഇന്നുള്ള അതിഥി എന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അശ്വതി അച്ചു ആണ്. നമ്മൾ ഒരു തവണയാണെങ്കിൽ അശ്വതി അച്ചുവിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അശ്വതിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോഴും നമ്മളാണെങ്കിൽ അശ്വതിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ അശ്വതി ആണെങ്കിൽ വീഡിയോസ് ഇടുന്ന സമയത്തും എന്തെങ്കിലും സഹായം ചോദിക്കുന്ന സമയത്തും പലരും ചോദിക്കുന്ന പല സംശയങ്ങളും പലരും ആരോപിക്കുന്ന പല ആരോപണങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അശ്വതി അച്ഛൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് അശ്വതി അച്ഛൻ്റെ അടുത്തേക്ക് പോവാം. മെയിൻ ആയിട്ടുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ, അശ്വതി അച്ഛൻ ഇടയ്ക്ക് വെച്ചാണെങ്കിൽ ഒരു വീടിന് വാടക കൊടുക്കാൻ പൈസ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, സഹായം ചോദിച്ചുകൊണ്ട്. അപ്പൊ അതിൽ ഒരുപാട് പേര് മോശമായിട്ടുള്ള കമന്റും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. സ്വന്തമായിട്ട് വീടുണ്ടായിട്ട് എന്തിനാണ് വാടകയ്ക്ക് പോയേക്കുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വീടിന് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറക്കാൻ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അശ്വതി അച്ഛനോട് ചോദിക്കാം. എന്തുകൊണ്ടാണ് സ്വന്തമായിട്ട് വീടുണ്ടായിട്ടും ഒരു വാടക വീട്ടിലേക്ക് മാറേണ്ടതായിട്ട് വന്നത്? മാറേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാ പെട്ടെന്ന് എനിക്ക് ഈ അസുഖം കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നായിരുന്നു. അപ്പൊ ആദ്യമേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നടക്കുകയായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഒരു ദിവസം ഇങ്ങനെ ബാത്റൂമിൽ എനിക്ക് പോണമായിരുന്നു. അപ്പൊ അങ്ങനെ പോയപ്പോഴാണ് അപ്പൊ നടക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇരുന്ന് ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പം എനിക്ക് എണ്ണിക്കാൻ പറ്റാതായപ്പോഴാണ് പിന്നെ ഞാൻ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പിന്നെ അമ്മ എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം അവര് ടെസ്റ്റ് എല്ലാം ചെയ്ത് എന്നെ കണക്കിന് കാലിങ്ങനെ പൊക്കി എല്ലാം ഭയങ്കര വേദനയായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. അപ്പോഴാണ് വേദന ഓടി പിന്നെ ഒട്ടും നടക്കാൻ വയ്യാത്തൊരവസ്ഥയായി. അങ്ങനെ വന്നപ്പം അവിടെ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർമാര് പറഞ്ഞ് എന്നാലും വീട്ടിലേക്ക് പോകാനൊക്കത്തില്ല, ഇത് യൂറോപ്പിൽ തന്നെ വേണമല്ലോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വാടകയ്ക്ക് വീടെടുത്തത്. അല്ല, ആ ബാത്റൂമിന്റെ സാഹചര്യം ഇപ്പൊ നിങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന ആ വീടിന്റെ സാഹചര്യം അവസ്ഥയൊക്കെ എങ്ങനെയായിരുന്നു? വീട് ബാത്റൂം എന്ന് പറയാൻ നല്ല പൊക്കത്തില്ല. ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതുകൊണ്ട് പൊക്കത്തിലാണ് ബാത്റൂം ഇടുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കയറാൻ ഭയങ്കര നടക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ അശ്വതിക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് വന്നതിന് മറ്റൊരു അസുഖം കൂടെ ഉണ്ട്, കിഡ്നിയുടെ മാത്രമല്ല. അശ്വതിക്കാണെങ്കിൽ പാരാതൈറോയ്ഡ് എന്ന് പറയുന്ന ഒരു തൈറോയിഡിന്റെ ഒരു അസുഖമുണ്ട്. അതെന്ന് വെച്ചാല് അസ്ഥികൾ പൊടിയുന്ന തരം ഒരു അസുഖമാണ്. അപ്പൊ അത് ഡോക്ടർ ആണെങ്കിൽ അതിനെ കുറിച്ച് ആദ്യം കണ്ടെത്തിയിട്ടൊന്നുമില്ലായിരുന്നില്ലേ? ഇല്ലില്ല, ആദ്യം അതിന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ നമ്മ അറിയത്തില്ലായിരുന്നു ഈ അസുഖത്തിന്റെ മരുന്നാണ് ഈ പാരാതൈറോയ്ഡ് മാത്രമാണ്, ഇന്ന അസുഖമാണ് നമ്മൾ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞിടെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന്. അപ്പൊ ഞാനിങ്ങനെ മരുന്നും ഗുളിയൊന്നും കൃത്യമായിട്ട് കഴിക്കത്തൊന്നുമില്ലായിരുന്നു. അത് മേടിക്കാനുള്ള സാഹചര്യം ബുദ്ധിമുട്ടെല്ലാം കൊണ്ട് നമ്മൾ മേടിക്കത്തൊന്നുമില്ല. അപ്പൊ ഈ പാരാതൈറോയിഡിന് എത്ര റേറ്റ് വരുന്നുണ്ട് അതിന്റെ ആ ഗുളികയും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോഴത്തേക്ക്? 1000 രൂപയാവും അത് മേടിക്കുമ്പോ തന്നെ. ഇപ്പൊ ഡോക്ടർമാർ പുറത്തോട്ട് തരുന്ന മരുന്നൊക്കെ വില കൂടിയ മരുന്നൊക്കെയാണ് എനിക്ക് എഴുതി തരുന്നത്. ഈ ഡോക്ടർമാർ എഴുതി തരുന്ന എത്രത്തോളം മെഡിസിൻ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്നുണ്ട്? അവിടെ കിട്ടുന്നെന്ന് പറയാണ്ട് നമ്മുടെ ബിപിയുടെ ഗുളിക കിട്ടുന്നുണ്ട്, അതേ കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. ബാക്കി എല്ലാ ഗുളികളും പുറത്തുനിന്ന് മേടിക്കണം. അപ്പൊ ഇപ്പൊ അശ്വതിക്കാണെങ്കിൽ വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അമ്മയ്ക്കാണെങ്കിലും പ്രായമായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ വരുമാനവും കാര്യങ്ങളൊക്കെ? ഇപ്പം അശ്വതിയുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? നേരത്തെ പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അപ്പൂപ്പൻ കണ്ടിരിക്കായിരുന്നു. അപ്പൊ അതിന്റെ കാശ് കിട്ടിയപ്പം ആ കാശ് മൊത്തം എന്നെ ഹോസ്പിറ്റലിൽ കാശിന് ചെലവാക്കിയത്. പിന്നെ അമ്മ കടം മേടിക്കും, പിന്നെ എന്നെ സ്വർണ്ണം എല്ലാം വിൽക്കുകയും ഒക്കെ ചെയ്താണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് ഞാൻ ബുദ്ധിമുട്ടിലാണ്. നമുക്കറിയാം കിഡ്നി പേഷ്യൻസിനൊക്കെ വരുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ അശ്വതി ആണെങ്കിൽ ഇടയ്ക്ക് വെച്ചിട്ട് ടിക്ടോക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും സഹായം ചോദിച്ചുകൊണ്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അതാണെങ്കിൽ ഒരുപാട് പേര് അതിനെ മോശമായിട്ട് പറയുന്നുണ്ട്. അപ്പം അശ്വതിക്കാണെങ്കിൽ ആ ഒരു അവസ്ഥയിലോട്ട് വരാനുണ്ടായ സാഹചര്യം എന്തുകൊണ്ടായിരുന്നു? ഇപ്പം ഈ കിഡ്നിയുടെ സംബന്ധമായുള്ള അസുഖം വന്നതിന് ശേഷമാണോ അതോ അതിന് മുൻപേ തന്നെ അശ്വതി ആണെങ്കിൽ ഈ ജോലിയും കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നുണ്ടായിരുന്നു? അത് ഈ അസുഖം വന്നതിന് ശേഷമാണോ ജോലിക്ക്? അല്ലല്ല, ഞാൻ ഈ അസുഖം ഉണ്ടായിരുന്ന സമയത്തും 2017 വരെ ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജോലിയെല്ലാം ചെയ്യുമായിരുന്നു, വീട്ടിൽ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. ഒരു ഡോക്ടറിന്റെ വീട്ടില് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് അസുഖം കൂടുകയും അങ്ങനെ വയ്യാതെ വന്നാണ് ഞാൻ പിന്നെ ജോലിക്ക് പോകാതിരുന്നതും. ആഴ്ചയിൽ 3 ഡയാലിസിസ് ആയപ്പോഴാണ്
തീരെ വയ്യാണ്ടായി. തീരെ വയ്യാതായിരുന്നു. ഈ പാരാതൈറോയ്ഡ് എന്നാ കണ്ടുപിടിച്ചത്? അത് 2017 2017 തന്നെ. അന്നോട്ടേക്കും മെഡിസിൻ മെഡിസിൻ എടുക്കുന്നുണ്ട്. കഴിക്കുന്നുണ്ട് നമ്മള്. ഈ ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ നട്ടല് വളഞ്ഞു എന്ന് പറയില്ല, നട്ടല് ഗുളിക കഴിക്കാതെ നട്ടല് നട്ടല് വളഞ്ഞു, വളഞ്ഞു. നട്ടല് വളഞ്ഞിട്ട് കിടപ്പായി പോയെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ ഇപ്പൊ എങ്ങനെയുണ്ട്, ആ അസുഖം എങ്ങനെയുണ്ട് ഇപ്പം? ഇപ്പഴും അതിന് കുഴപ്പമാണ്. നമുക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആണല്ലോ. നടു നിവർത്തി നടക്കാനൊക്കെ ഭയങ്കര പാടാ. നേരെ നടക്കാനൊന്നും ഒക്കത്തില്ല. ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ അതിന് എടുക്കുന്നുണ്ടോ, അതോ ഈ വേദന സഹിച്ച് മുന്നോട്ട് പോവാണോ? നമുക്ക് വേദനയുടെ മരുന്നൊന്നും ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയുടെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ വേദനയുടെ മരുന്ന് അത് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വേദനയുടെ കാര്യം ഡോക്ടർ പറഞ്ഞു ഒരുപാട് മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പഴേ ഈ ഡയാലിസിന് പോകുമ്പോഴത്തേക്ക് ആരാ കൂടെ വരുന്നത്? എന്റെ ഒരു അടുത്ത് എന്റെ അച്ഛമ്മയാ. അച്ഛാമ്മ തന്നെയാണ്? ഇത്രയും പ്രായമുള്ള അമ്മ തന്നെയാണ്? അച്ഛമ്മയാണ്. എന്റെ എല്ലാ കാര്യത്തിലും അച്ഛമ്മയാണ് മുമ്പന്തിൽ. ഇപ്പം സർജറിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം, അതിന്റെ എന്തെങ്കിലും ആയിട്ടുണ്ടോ മുന്നോട്ട്? സർജറിയുടെ കാര്യം എല്ലാം ഓക്കെ ആയി വന്നയായിരുന്നു. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ ഒരു ഷുഗറിന്റെ ഒരു വേരിയേഷൻ കാണിച്ചു. ഷുഗർ ഷുഗർ കാണിച്ചു. അപ്പം 38 കാണിച്ചത്. അങ്ങനെ ടെസ്റ്റ് ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് ചെയ്യണം, മരുന്നെല്ലാം കൃത്യമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ ഈ 132 ആയപ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത് നമുക്ക് ചിലപ്പം അച്ഛനെ എടുക്കാൻ പറ്റത്തില്ല, പുറത്തുനിന്ന് സ്വീകരിക്കേണ്ടി വരുന്നു. ഇപ്പം പുറത്തുനിന്ന് അഥവാ ഇത് സ്വീകരിക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഒരു എമൗണ്ട് ആവുമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർമാര്? അതൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞങ്ങള് അച്ഛന്റെ രണ്ടാമത് ടെസ്റ്റ് ചെയ്തായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോഴാണ് 121 അപ്പം ഡോക്ടർ പറഞ്ഞു അന്ന് മരുന്ന് കണ്ട് മുമ്പോട്ട് ചെയ്യാൻ പറഞ്ഞു. അതെങ്ങനെയാന്ന് ഗവൺമെന്റിനോട് ചോദിച്ചിട്ട് പറയാന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇപ്പൊ അശ്വതി ആണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുറച്ച് നാളായിട്ട് ഈ സഹായം ചോദിച്ചുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതിൽ പലരും പറയുന്ന ഒരു കാര്യമാണ്, പലരും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ്, കുറച്ച് നാളായിട്ട് ഈ സഹായം ചോദിക്കുന്നത് അശ്വതി ആണെങ്കിൽ സർജറിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്. കുറച്ച് നാളായിട്ട് സർജറിക്ക് വേണ്ടി ഇങ്ങനെ സഹായം ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അശ്വതി തന്നെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് സർജറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടക്കാതെ ഇങ്ങനെ നീണ്ടു പോവായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടായിരുന്നു ഇത്രയും നാളും ഈ സർജറിയുടെ കാര്യങ്ങൾ നീണ്ടുപോയത്? എന്തായിരുന്നു അതിനുള്ള റീസൺ? അതെന്ന് വെച്ചാൽ എനിക്ക് 2017 പോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്ന സമയത്താണ് 2020 എന്റെ അനിയൻ മരിക്കുന്നത്, രണ്ടാമത്തെ അനിയൻ മരിക്കുന്നത്. അപ്പം ഓപ്പറേഷന്റെ മീറ്റിങ്ങിന്റെ ആ ഒരു സമയമായപ്പോഴാണ്, മീറ്റിംഗ് തലേ ദിവസമാണെങ്കിൽ അനിയൻ മരിക്കുന്ന വ്യത്യാസമാണ്. അതായത് മീറ്റിംഗ് തീരുമാനിക്കുന്നത് നാളെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അനിയൻ മരിച്ചു. എങ്ങനെയാണ് അനിയൻ എങ്ങനെ മരിച്ചത്? അനിയനെ വണ്ടി ഇരിക്കാണ് മരിക്കുന്നത്. എത്ര വയസ്സുണ്ടായിരുന്നു? അവന് 22 വയസ്സുള്ളായിരുന്നു. അങ്ങനെയാണ് അവൻ മരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ആ സർജറി അവസ്ഥ വന്നത്. പിന്നെ വീണ്ടും ഈ 2021 ശേഷം ഇത്രയും നാളും മാറ്റി വെക്കേണ്ട കാരണം എന്താണ്? അതിനുശേഷം അത് കഴിഞ്ഞ് കോവിഡ് വന്നു. കോവിഡ് വന്നു കഴിഞ്ഞപ്പം പിന്നെ സർജറി ചെയ്യണമെങ്കിൽ ആദ്യം മുതൽ ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ആദ്യം മുതൽ ടെസ്റ്റ് എല്ലാം ചെയ്യാൻ തുടങ്ങി, ചെയ്തെല്ലാം തുടങ്ങി ഇവിടം വരെ എത്തിയപ്പോഴാണ് ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്നത് തന്നെ. ഇപ്പൊ നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് റിസൾട്ടിന് എത്ര നാളത്തെ വാലിഡിറ്റി ഉണ്ട്? എത്ര നാൾ വരെ അത് കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ അത് കാണിച്ച് നമുക്ക് എത്ര നാൾ വരെ സർജറിയുടെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും? ഇപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റും സ്കാനൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പം ക്രോസ് മാച്ച് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നാൾ വരെ നമുക്ക് അത് വെച്ചേക്കാൻ പറ്റും? എത്ര നാൾ കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് ചെയ്യേണ്ടത്? ഒരു കൊച്ചു സർജറിയുടെ കാര്യം പറയുകയാണ്, ഇപ്പം പല തവണയായിട്ട് നിങ്ങൾ ഈ ടെസ്റ്റും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പം 6 മാസം വരെ അതിന് വാലിഡിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ ടെസ്റ്റുകളെല്ലാം ചെയ്യണം. ഒരു ടെസ്റ്റിന് എത്രത്തോളം റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്? ഞങ്ങള് ഈ എറണാകുളത്ത് ഭയങ്കര വിലയായിരുന്നു. എന്നാലും ഒരു ടെസ്റ്റിന്റെ മാക്സിമം റേറ്റ് എത്രയായിരുന്നു? 30 വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് കൂടുതലും ഈ സഹായം ചോദിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സഹായം ചോദിക്കുന്നതും എടുക്കുന്നത്. അപ്പൊ ആൾക്കാരെന്നെ പറയുന്നുണ്ട് ഞാൻ നട്ടിപ്പിലാണ്, ഒരു കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ ഇങ്ങനെ ഡാൻസ് അങ്ങനത്തെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അത് കാണുമ്പോ നമുക്ക് സങ്കടമാണ്. ഇപ്പൊ കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ പോലും അശ്വതിക്ക് ഇപ്പൊ ഈ ഡാൻസും കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ റീൽസ് ചെയ്യുമ്പോഴാണെങ്കിലും വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിലും കൂട്ടുകാർക്കൊപ്പമുള്ള വീഡിയോസ് ആണെങ്കിൽ പോലും ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ അശ്വതിക്ക് ഈ ഇതുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ? വീഡിയോ എടുക്കുമ്പോൾ അശ്വതിയുടെ ഫീൽ എങ്ങനെയാണ്? എന്റെ ഫീൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സന്തോഷം ഞാൻ അതിലാണ് എന്നോട് കണ്ടെത്തുന്നത്. അത് ചെയ്യുമ്പോഴാണ് എന്റെ പകുതി അസുഖം കുറയുന്നത്.
അതാണ് ഏറ്റവും വലിയ അല്ല ഇപ്പൊ ഈ പ്രതീക്ഷ. ഇപ്പൊ അവരൊക്കെ പറയുന്ന പലരും പറയുന്ന കമന്റ് ഞാനും കണ്ടിട്ടുണ്ട്. ഫോണും പിടിച്ച് 24 മണിക്കൂർ ഇരിക്കാതെ പോയി റെസ്റ്റ് എടുത്തൂടെ, പിന്നെ ഇങ്ങനെ ഡാൻസ് ചെയ്ത് നടക്കുന്നെന്തിനാ, ഞങ്ങളുടെ ഡോക്ടർമാരൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന കമന്റുകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് അശ്വതി കാണുന്നത്? കാരണം ഇപ്പൊ ഈ കിഡ്നി പേഷ്യന്റ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നോട് അങ്ങനെ പറഞ്ഞില്ല. എന്റെ ഡോക്ടർമാർ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ചെയ്യാനിരിക്കരുത്. എന്നെ ഒരു ദിവസം പറഞ്ഞ് ഇനി ഇവിടെ കൊണ്ട് വീഡിയോസ് ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ തന്നെ പറഞ്ഞ് അവള് വീഡിയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങി. എനിക്ക് വണ്ടാനം ഹോസ്പിറ്റലിൽ നിന്ന് ആശവാണ്ട് കിട്ടിയായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്. ഇപ്പൊ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ അശ്വതിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും, പക്ഷെ ഇപ്പൊ ഞാൻ വീഡിയോസ് ചെയ്യുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ഇത് കാരണം എന്റെ മനസ്സന്നെ ഉണ്ടായിപ്പോയി. ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ ചിലപ്പം കുറച്ച് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കും അവര് ആളെ മനസ്സ് വിഷമിപ്പിക്കാണ്ട് ഒരു നെഗറ്റീവ് കമന്റ് ഇടുന്നത്. പക്ഷെ അത് കാണുന്ന വ്യക്തിക്കും അത് കേൾക്കുന്ന വ്യക്തികൾക്കും ചിലപ്പോൾ അത്ര നല്ല ഒരു മനസ്സുഖം ആയിരിക്കും ഉണ്ടാവുന്നത്. പലരും ആണെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരം കമന്റും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ വിഷാദ രോഗം എന്നൊക്കെ പറയുന്നത് നമ്മളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തുന്ന ഒരു അസുഖമാണ്. അപ്പം ഇത്തരം കമന്റും കാര്യങ്ങളും മറ്റുള്ളവരെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ ഇടുമ്പം അത് പലരെ മാനസികമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പം ഇടുന്നവർക്ക് മനസ്സിലാവില്ല, പക്ഷെ അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ അല്ലേ? ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇനി ജീവിതം വേണ്ട അങ്ങനെ വല്ലതൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ കമന്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്? എനിക്ക് അങ്ങനൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ മനസ്സുകൊണ്ട് പറയുന്നതിനോട് പറയത്തുള്ളൂ. അവർക്ക് നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അവരേത് സ്ഥലത്ത് കിടക്കുന്നു, നമ്മളെവിടെ കിടക്കുന്നു. അവരിങ്ങനെ ഓരോ ആൾക്കാർ കമന്റ്സ് ഇടുമ്പോ അവരും അതിന്റെ കൂടെ കമന്റ്സ് ഇടുന്നു. ആ ഒരു വ്യത്യാസത്തിൽ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം വെച്ചാല് ഈ മെഡിസിന്റെ ഒക്കെ ബില്ല് ചോദിക്കുന്ന സമയത്ത് പഴയ ബില്ല കാണിക്കുന്നത് അല്ലെ പഴയ ചീട്ടാ കാണിക്കുന്നതെന്ന് പറയാറുണ്ട്. ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുമ്പോൾ ഒരു ചീട്ട് തന്നു കഴിഞ്ഞാൽ ആ ചീട്ടിൽ എത്ര നാൾ വരെ നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റും? നമുക്ക് ചീട്ടല്ല, നമുക്ക് മുക്കാണ്. ഹോസ്പിറ്റലാണ് ഞാൻ മേഡത്തെ കാണുന്നതിന് മുക്ക് മാത്രമേ ഉള്ളൂ, അല്ല ചീട്ടില്ല. ചീട്ടെന്ന് പറയുന്നത് ഒരു ചീട്ടേ ആ മുക്കിനകത്ത് ഒട്ടിച്ച് വെക്കത്തുള്ളൂ. അത് ഇപ്പം ഒരു വർഷം, ഈ വർഷത്തെ 2024 ആ വർഷത്തെ ചീട്ട് മാത്രമേ ആ മുക്കിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കും. പിന്നെ അടുത്ത വർഷം അങ്ങനെ വരത്തുള്ളൂ. പിന്നെ ആ ഒരു വർഷം ആ ബുക്കിലേ ഉള്ളല്ലോ ഈ ഒരു വർഷം വരെ ഉള്ളത് ഈ ഡോക്ടർ ആ ഒരു ആ ബുക്കിനകത്താണ് ബുക്കിനകത്താണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇവർ ഈ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്കാണ് പുതിയ ബില്ല് ചോദിക്കുമ്പോഴും പുതിയ ചീട്ട് കാണിക്കുമ്പോഴും ബുക്കിന്റെ ഇത് കാണിക്കുന്നത്. കാണിക്കേണ്ടി വരുന്നത്. പക്ഷെ അത് പലരും പറയുന്നതെന്ന് വെച്ചാല് നിങ്ങൾ പഴയ ചീട്ട് അല്ലെ പഴയ അത് തന്നെ കാണിച്ചിട്ട് വീണ്ടും വീണ്ടും അവരെ പറ്റിക്കുകയാണെന്നാണ് പറയുന്നത്. അത് പറ്റിച്ചൊന്നും നേടാനില്ലല്ലോ. ഞാനിപ്പം ഈ ടെസ്റ്റ് അവര് പറയുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് ഇത് കാണിക്കാൻ പറഞ്ഞത്. ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് എറണാകുളത്ത് ചെയ്യുന്നത് അവര് ചോദിക്കുമ്പോ ഞാൻ കാണിച്ചു കൊടുക്കും. നമ്മൾ എത്ര പൈസ ചെലവാകുന്നു അതൊക്കെയാണ് ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് 2021 ചെയ്തതും 2022 ചെയ്തയാക്കി അതൊക്കെയാണ് വരുന്നത് കയ്യിലുണ്ടാവുന്നത്. അപ്പൊ അതായിരിക്കാം കാണിക്കുന്നത്. പക്ഷെ അവര് ചോദിക്കുന്ന പുതിയതാണ്. പുതിയത് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരോട് നമുക്ക് സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? പുതിയത് ചെയ്താലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പലർക്കും അത് പക്ഷെ മനസ്സിലാകുന്നില്ല പലർക്കും. അതാണ് പലരുടെയും ബുദ്ധിമുട്ട്. അപ്പൊ ഇതാണ് അശ്വതിയുടെ കയ്യിൽ ഈ ഇരിക്കുന്ന ബുക്കാണ് ഡയാലിസിന്റെ ബുക്കും. ഇത് ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ബുക്കാണ്. ഇത് ഡോക്ടർമാര് മരുന്നിന് എഴുതുന്ന ബുക്ക്. ഈ 2 ബുക്കാണ് നമുക്കുള്ളത്. ഇപ്പൊ ഈ ബുക്കിൽ ഇപ്പൊ ഈ കാണിച്ചല്ലോ, ഈ ഇതില് എത്ര നാൾ നിങ്ങൾ മരുന്ന് വാങ്ങിക്കും? 1 മാസം. 1 മാസത്തേക്ക് മരുന്ന് വാങ്ങിക്കും. പിന്നെ അടുത്ത മാസത്തിൽ ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിക്കും. വീണ്ടും എഴുതിക്കും. അങ്ങനെയാണ് വാങ്ങിക്കുന്നത്. ഈ ഡയാലിസിസ് ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും ഇതുപോലത്തുള്ള ബുക്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടോ? എല്ലാ ബുക്കും അവര് മേടിക്കണം. ഈ ഡയാലിസിന്റെ ബുക്കും ഈ മെഡിസിൻ എഴുതുന്ന ബുക്കും എന്താണെന്നറിയാമോ? ഒരു ബുക്കിലായിരുന്നു ഞങ്ങൾ ഡയാലിസിസ് വണ്ടിലും ഡോക്ടേഴ്സ് പുറയിലുമായിരുന്നു എഴുതിക്കൊണ്ട്. മേഡം വന്നിട്ട് പറഞ്ഞ് ഇനി 2 ബുക്ക് മേടിക്കണം. ഡയാലിസിസ് ഒരു വലിയ ബുക്കിനകത്ത് 100 പേജിന്റെ വലിയ ബുക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ ചെറിയ 100 പേജിന്റെ. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ടാണെങ്കിൽ ഒരു ബാഡ് കമന്റ് വന്നായിരുന്നല്ലോ, ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ്, അതായത് നിങ്ങളുടെ കൂടെ തന്നെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റിന്റെ വൈഫ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഡയാലിസിസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും ആവത്തില്ല, ഇവൾ അഹങ്കാരിയാണ്, ഡോക്ടർമാർ പറയുന്നത് ഇവള് കേൾക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാഡ് കമന്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവരാണെങ്കിൽ ഈ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു? ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഒരു കമന്റ് അശ്വതിയെ കുറിച്ച് ഇട്ടത്? അവിടെ ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന എടുക്കുന്നതൊക്കെയാണ് ഡോക്ടർമാരും നഴ്സുമാരും. അവരോട് തർക്കത്തിനായിട്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവരോട് എല്ലാവരോടും സ്നേഹത്തോട് തന്നെ ഞാൻ പെരുമാറുന്നത്. കാണുമ്പോ ആർക്കാരും അസൂയ തോന്നുമല്ലോ.
എന്തെങ്കിലും പറയണ്ടേ? ഈ കമന്റ് ഇട്ട വ്യക്തിയെ അശ്വതിക്ക് അറിയാവുന്നതാണോ? അറിയാം. ആണ്. അപ്പം പരിചയമുള്ള വ്യക്തി തന്നെയാണ് ഇങ്ങനെ ഒരു ബാഡ് കമന്റ് വന്നിട്ട്? പിന്നെ പരിചയമുള്ള വ്യക്തിനെ നമ്മളോട് ഡാൻസ് ചെയ്ത എന്റെ ഭാര്യയായിരുന്നു ഞാൻ കമന്റ് ഇട്ടത്. ഞാനപ്പം തന്നെ ഡാൻസ് എന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ അവര് വരുന്നുണ്ടോ? ഡയാലിസിന് വരുന്നുണ്ടോ? ഇല്ല, ഹസ്ബൻഡ് മരിച്ചുപോയി. ആ വ്യക്തി പിന്നീട് എപ്പോഴെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ഞാനപ്പം ഒരു ദിവസം ഞാൻ മെസ്സേജിൽ ചോദിച്ച് നീ എന്താ ഇങ്ങനെ സോറി പറഞ്ഞ് എനിക്ക് മെസ്സേജ് തന്നായിരുന്നു. എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം അങ്ങനെ നമ്മൾ അങ്ങനെ തമ്മിലൊന്നുമില്ല. ഞാൻ എല്ലാവരും സ്നേഹത്തോടെ മാത്രമേ പെരുമാറുള്ളൂ. ഞാൻ പറയുന്നില്ല വണ്ടാന ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കുറിച്ച് തിരക്കിക്കോ, അവിടെ ആരും പറഞ്ഞാലും ഞാൻ ഇപ്പോഴാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് അശ്വതി ആണെങ്കിൽ വീട് വാടക കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ലെന്ന് പറഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ബാക്ക് കമന്റ്. കാരണം ചികിത്സയ്ക്ക് ഞങ്ങൾ പൈസ തരുന്നുണ്ട്, വീട് വാടക കൊടുക്കാനും വേണ്ടിയിട്ടും പൈസ തരണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വീട് വാടക മാത്രമല്ല, ഞങ്ങൾ വീട് എടുത്തു തരണോന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. മോശപ്പെട്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വീട് വാടക കൊടുക്കാൻ വേണ്ടി തീരെ നിവർത്തിയില്ലാതായ അവസ്ഥ എങ്ങനെ ആയത് വെച്ചാല്, ഇപ്പൊ അശ്വതി എന്തായാലും ജോലിക്ക് പോകുന്നില്ല, അമ്മയും ജോലിക്ക് പോകുന്നില്ല, എന്നിട്ട് നിങ്ങളൊരു വീട് വാടകയ്ക്കും എടുത്തു. അപ്പം എന്ത് ഉദ്ദേശിച്ചായിരുന്നു വീട് വാടകയ്ക്ക് എടുത്തതൊക്കെ? നമ്മളൊന്നും പ്രതീക്ഷിച്ചല്ല വീട് വാടകയ്ക്ക് എടുക്കാൻ. കാരണം ഞാൻ എന്റെ അമ്മയുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ എന്നെ എങ്ങനെയും രക്ഷപ്പെടുത്തുക, എന്റെ ജീവനാണ് നിലനിൽക്കേണ്ടത് എന്നുള്ള. അവിടുത്തെ ഒരുപക്ഷെ അവിടുത്തെ ആ വീട്ടിലായിരുന്നു താമസിച്ചെങ്കിൽ ഇപ്പം കിഡ്നി പേഷ്യന്റ് ആകുമ്പോഴത്തേക്ക് മറ്റുള്ളവർ പോലെയല്ല, ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ കുറവായിരിക്കാം, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ബാധിക്കാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പം നേരത്തെ അശ്വതി തന്നെ പറഞ്ഞു, ഒരുപക്ഷെ ആണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഹൈറ്റ് ഉണ്ട്, വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവും, അവിടെ നിന്ന് ഞെരങ്ങിയൊക്കെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് അശ്വതി ഒരു വാടക വീട്ടിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം വേണ്ടി വന്നത്. അപ്പം അങ്ങനെ മാറിയ സമയത്ത് ഈ ട്രീറ്റ്മെന്റും വാടക എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണോ ഈ വീട് ഇങ്ങനെ? അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. നമ്മള് അവിടെ താമസിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഡയാലിസിന് പോവുക, വീട്ടിൽ വരിക, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളൊരു വാടക വീട്ടിലായി കഴിഞ്ഞപ്പം ഒന്നും എന്നെ കൊണ്ട് താങ്ങാനും പറ്റുന്നില്ല, അമ്മയോട് ഞാൻ ജോലിക്ക് പോകണില്ല, അമ്മയാണെങ്കിലും ജോലിക്ക് പോകുന്നില്ല. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് കാരണമാണ് ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകണത്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വീഡിയോ ഇടുന്നത് കൊണ്ട് എന്തെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കാറുണ്ടോ? ദൈവം സഹായിച്ച് എന്നെ ഒരുപാട് പേര് സഹായിക്കാറുണ്ട്. മനസ്സാക്ഷിയുള്ള ആൾക്കാരെന്നെ സഹായിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും സഹായിക്കാറുണ്ട്. നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരും സഹായിക്കുന്നുണ്ടെന്ന് നല്ല ഉറപ്പുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ഇത്രയും നേരമാണെങ്കിൽ അശ്വതി അച്ചുവിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, എങ്ങനെയാണ് സാഹചര്യം, എങ്ങനെയാണ് കടന്നു വന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അശ്വതി അച്ചുവിൽ നിന്ന് അറിഞ്ഞത്. അപ്പം ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്, ഇത്രയധികം ബുദ്ധിമുട്ടിലൂടെയാണ് ആ കുട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പലതവണ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മുൻപിട്ട് നമ്മുടെ വീഡിയോയിലും അശ്വതി അച്ചു ആണെങ്കിൽ അവളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടും വീണ്ടും വീണ്ടും അശ്വതി അച്ചുവിനെ ആണെങ്കിൽ നന്നായിട്ട് ടാർഗറ്റ് ചെയ്ത ആൾക്കാർ കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളിൽ എത്ര പേർക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും